കുപ്രസിദ്ധ കുറ്റവാളി സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തിയെന്ന ചിത്രങ്ങളടക്കം പങ്കുവച്ചുകൊണ്ടുള്ള വാർത്തകൾ തെറ്റാണെന്ന് കണ്ടെത്തി. ഇപ്പോൾ ബ്രൂണയിൽ താമസിക്കുന്ന തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ദാമോദര മേനോന്റെ ചിത്രങ്ങളാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. ഇക്കാര്യം ദാമോദര മേനോന്റെ സഹോദരൻ കരുണാകര മേനോൻ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. അതോടൊപ്പം സുകുമാരക്കുറുപ്പിന്റെ സാദൃശ്യമുള്ള ഒരാളുടെ ഫോട്ടോയും ഈ മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നു. ഇന്റർനാഷണൽ ബ്രേക്കിംഗ് ന്യൂസ് എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. എന്നാൽ വാർത്തയ്ക്ക് പിന്നാലെ സത്യാവസ്ഥ വെളിപ്പെടുത്തി സുകുമാരക്കുറുപ്പാണെന്ന് മാധ്യമങ്ങൾ പറഞ്ഞ ദാമോദര മേനോന്റെ സഹോദരൻ കരുണാകര മേനോൻ രംഗത്തെത്തി. മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച ഫോട്ടോ തന്റെ സഹോദരന്റേതാണെന്ന് കരുണാകര മേനോൻ സ്ഥിരീകരിച്ചു. എത്ര കാലമായിട്ട് അവിടെയാണ്? മലേഷ്യയിലാണ് ദാമോദരൻ? നാട്ടിൽ വന്നിട്ട് 30 വർഷമായി. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഫോണിലോ അല്ലാതെ സംസാരിച്ചിരുന്നു? ഫോണിലിടയ്ക്ക് വിളിക്കാതെ ഞങ്ങളുടെ വിളിച്ചാൽ കോണ്ടാക്ട് ചെയ്യും. പിന്നെ ഇടയ്ക്ക് തമാശ ഇവിടുന്ന് വിളിച്ച് സംസാരിക്കും. 10,000 ഉറുപ്പിക വരും എന്നൊക്കെ പറയും. അത് 10 വർഷത്തിന് മുന്നെയാണ് പുള്ളി അവിടെ നിന്ന് മലേഷ്യയിലേക്ക് പോകുന്നത്. അതെ അതെ. പിന്നെ അങ്ങോട്ട് ഇന്തോനേഷ്യ കണക്ഷൻ വേറെ നല്ലതാണ്. പക്ഷെ ഇങ്ങോട്ടുള്ള കണക്ഷൻ വിടാൻ കാരണം എന്താക്കി പിടിയില്ല. ഇപ്പൊ എത്ര നാളായി പുള്ളി വിളിക്കാതിരുന്നിട്ട്? ഇപ്പൊ കുറച്ചായി, ഒരു മാസം കഴിഞ്ഞു. 40 വർഷങ്ങൾക്ക് മുൻപാണ് ദാമോദര മേനോൻ പഠനം പൂർത്തിയാക്കി ജോലിയുമായി ബന്ധപ്പെട്ട് മലേഷ്യയിലേക്ക് പോയത്. ഇപ്പോൾ കുടുംബവും കുട്ടികളുമായി വർഷങ്ങളായി മലേഷ്യയിലാണ് താമസം. ഈ വർഷങ്ങൾക്കിടയിൽ തൃശ്ശൂരിലുള്ള കുടുംബത്തെ പലപ്പോഴും ബന്ധപ്പെട്ടിരുന്നുവെന്നും സഹോദരൻ വെളിപ്പെടുത്തി. 1 മാസം മുൻപ് അപകടം സംഭവിച്ച് ദാമോദര മേനോൻ ഇപ്പോൾ വീട്ടിലാണ് ഉള്ളതെന്നും കരുണാകര മേനോൻ പറഞ്ഞു. തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം തൃശ്ശൂരിലുള്ള ദാമോദരന്റെ കുടുംബ വീട്ടിലെത്തി സഹോദരന്റെ മൊഴി രേഖപ്പെടുത്തി. മാധ്യമങ്ങൾ പങ്കുവച്ച ചിത്രം ദാമോദര മേനോന്റേതാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് പ്രാഥമികമായി സ്ഥിരീകരിച്ചു. ദാമോദര മേനോന്റെ മറ്റ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുമെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞു. കൈരളി ന്യൂസ്, തൃശൂർ.